ഞാൻ തന്നെ ദേവേട്ടന്റെ വൈദേഹി. അമ്മേ അമ്മേ അച്ഛ ഒന്ന് ദേവേട്ടനെ വിളിക്കോ. ആരാധ്യക്ക് എ എഴുതേണ്ടത് ഇതില് വി എന്നുള്ള എന്നുവെച്ചാ വൈദേഹി എന്നല്ലേ അർത്ഥം. ഇതെങ്ങനെ സംഭവിച്ചു? ആരാധ്യയുടെ പേരല്ലേ എഴുതാൻ പറഞ്ഞത്? എപ്പോഴാ വി ആയിട്ട് മാറിയത്? നമ്മളെ തമ്മിൽ വേർപെടുത്താൻ ആർക്കും ആവില്ല എന്ന് ഈ ഒരു സംഭവത്തോടെ ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുക. അവൾ എന്റെ കയ്യിൽ ആ മോതിരം അണിയിച്ചിരുന്നെങ്കിൽ ഇവിടെ വെച്ച് എന്റെ ഹൃദയം നിന്നു പോയേനെ. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ അമ്മേ. എന്ന് തന്നെ ആയിരുന്നല്ലോ അമ്മേ. ഇത് വി ആയിട്ട് എപ്പോഴാ മാറിയത്? ആരെങ്കിലും മാറ്റിയതാണെന്ന് വിചാരിക്കാമെന്ന് കരുതിയ പൂജാമുറിയിൽ വെച്ചും എ തന്നെയായിരുന്നു. വി ആയിട്ട് എങ്ങനെ മാറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയായിരിക്കും? ഇനിയിപ്പോ എന്താമേ നമ്മൾ ചെയ്യുക? എന്ത് ചെയ്യാൻ? നീ തന്നെ എന്തെങ്കിലും പറ. എല്ലാത്തിനും പരിഹാരം കണ്ടെത്താറില്ലേ? എന്ത് പരിഹാരമായാലും വൈദേഹി ചേച്ചിയുടെ പേരുള്ള മോതിരം ആരതി ചേച്ചി എങ്ങനെ ഇട്ടുകൊടുക്കും? എന്താ ഇതിന്റെ അർത്ഥം? കൃത്യസമയത്ത് ദേവന്റെ വിരൽ മുറിയുക, മോതിരത്തിലെ അക്ഷരം മാറിപ്പോവുക. ഈ ദുർനിമിത്തങ്ങളൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും ഞാൻ നിനക്ക് തന്ന വാക്കിന് മാറ്റം ഉണ്ടാവില്ല. നിശ്ചയം തടസ്സപ്പെടാനും മാത്രം ഇത്തരം ദുർനിമിത്തങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഉണ്ടായത്? ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ പറയൂ തിരുമേനി. നിശ്ചയം ഇതുവരെ മുടങ്ങിയിട്ടില്ല. ലഗ്നപത്രത്തിൽ രണ്ടുപേരുടെയും പേരുകൾ എഴുതി താമ്പൂലത്തട്ട് മാറ്റിയപ്പോ തന്നെ ചടങ്ങ് കഴിഞ്ഞതുപോലെയാ.
വിധിപ്രകാരം ആ നിശ്ചയം ആ നിമിഷം തന്നെ കഴിഞ്ഞിരിക്കണു. ബാക്കിയുള്ളതൊക്കെ മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ചടങ്ങുകളാ. ശാസ്ത്രവിധി പ്രകാരം വൈദേഹി, വൈദേഹി, ഈ സമയത്ത് ഇവിടുത് എവിടെ പോയതാ? ഛെ. വൈദേഹി, 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 എവിടെ പോയിരിക്കും എന്റെ വൈദേഹി? ഇത്രയും നാള് നിന്നെ തിരിച്ചറിയാതെ ഞാൻ തെറ്റ് ചെയ്തു. ഇപ്പൊ നിന്നെ തിരിച്ചറിഞ്ഞിട്ടും പറയാതിരുന്നത് തന്നെ എന്റെ തെറ്റ്. അപ്പൊ തന്നെ നിന്നോട് വന്ന ആ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നീ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നല്ലോ. എനിക്കറിയാം നിനക്ക് എന്നെ വിട്ടു പോകാനാവില്ല. ഇവിടെ എവിടെയോ എന്റെ അരികിൽ തന്നെ നീയുണ്ട്. ഇപ്പോ എന്റെ ഹൃദയമിടിപ്പ് എന്നോട് അത് പറയുന്നുണ്ട്. വിനയ, വിനയ, എന്തൊരു ഇതേട്ടാ? നീ വൈദേഹി എവിടെയെങ്കിലും കണ്ടോ? വൈദേഹി ചേച്ചി? നീ എന്താ വിനയ വൈദേഹി അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അവൾ എവിടെ പോയിന്ന് പറ. നീ അവളെ കണ്ടോ ഇല്ലയോ? ഇത്രയും നേരം അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ പെട്ടെന്ന് അവളെ ഇവിടെ കാണാതായത്. ആരുടെ കാര്യം ഈ പറയണേ? വൈശാലി ചേച്ചിയുടെ കാര്യമാണോ? എടാ വൈശാലി അല്ല, അത് വൈദേഹിയാ. വൈശാലി ചേച്ചിയുടെ കാര്യത്തില് ദേവേട്ടൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ഇവനോട് എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്ക? നീ അവളെ കണ്ടോ ഇല്ലേന്ന് പറ. ഞാൻ കണ്ടില്ല ദേവേട്ടാ. ശരി, നീ പോയ്ക്കോ. ദേവേട്ടൻ്റെ എന്താ പറ്റിയേ? ഈ വൈദേഹി ഇത് എവിടെ പോയതായിരിക്കും? എന്നെ വിട്ടു പോകാനായിരുന്നു നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നേരത്തെ തന്നെ ആവായിരുന്നല്ലോ. ഇത്രയും സംഭവങ്ങൾ നടക്കുന്നവരെ കാത്തിരിക്കണായിരുന്നു. നീ പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാ നിന്നെ തിരിച്ചറിഞ്ഞിട്ടും ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് നിന്നോട് പറയാന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നീ എവിടെയാണെന്ന് എനിക്കറിയില്ല. എവിടെയാ നീ പോയത്? വൈദേഹി, അവൾ എവിടെ പോയതായിരിക്കും? ഇവിടെ നടക്കുന്ന ഈ നിശ്ചയം കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയതായിരിക്കോ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ സംഭവിച്ചതൊക്കെ നിനക്കും കാണായിരുന്നല്ലോ വൈദേഹി. നീ എവിടെ പോയിരിക്കോ വൈദേഹി? എന്താ ആരാധ്യ, നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും. അതിന് നടന്നതൊക്കെ ചെറിയ കാര്യങ്ങളാണോ? അതിനെക്കുറിച്ച് ആലോചിക്കാതെ സിമ്പിളായിട്ട് അങ്ങ് വിട്ടുകളയാൻ? എനിക്കറിയാം ദേവൻ മനഃപൂർവ്വം ഈ മോതിരയിടൽ ചടങ്ങ് നടക്കാതിരിക്കാൻ വേണ്ടി കൈയും മുറിച്ചോണ്ട് വന്ന് നിന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. വിരല് ചതയും വിധത്തിൽ ഡോർ അടഞ്ഞു പോവാൻ ഇവിടെ അത്രയും വലിയ കാറ്റൊന്നുമില്ലല്ലോ. ഫാൻ ഇട്ടാലല്ലാതെ കാറ്റ് കിടക്കാത്ത 4 ചുവരുകൾക്കുള്ളിൽ കഥക് അടഞ്ഞു പോയതായിരിക്കില്ല. മനഃപൂർവ്വം കഥകിന്റെ ഇടയ്ക്ക് വിരല് വെച്ച് അവൻ തന്നെ ചതച്ചതാ. ദേവന് വൈദേഹിയെ മറക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അത് തന്നെയല്ലേ ഇപ്പൊ എന്റെയും പ്രശ്നം. ഇത്രയും നാളും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ദേവന്റെ മനസ്സിൽ ഒരു സ്ഥാനം നേടാൻ പോലും എനിക്കായില്ല. അവൾക്ക് ആ മനസ്സിൽ എത്ര സ്ഥാനം ഉണ്ടായിട്ടായിരിക്കും എന്നെ കൊണ്ട് ആ വിരലിൽ മോതിരം അണിയിക്കാൻ പോലും സമ്മതിക്കാതിരുന്നത്.
എന്താ ആരാധ്യേ, നീ പഠിച്ച കുട്ടിയല്ലേ, വലിയ വക്കീലും ഒക്കെയാണ്. ഇപ്പോഴും മനസ്സിന്റെ കാര്യം പറഞ്ഞോണ്ടാ നടക്കുന്നത്. ഇവിടെ ആളാണ് പ്രധാനം. മനസ്സൊക്കെ തന്നെത്താനെ പുറകെ വന്നോളും. നിന്റെ വക്കീലെ ബുദ്ധി ഉപയോഗിച്ച് വല്യച്ഛനെ കൊണ്ട് നീ സത്യം ചെയ്യിപ്പിച്ചില്ലേ? വക്കീലായതുകൊണ്ട് മാത്ര വാക്കില് വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞത്. വാക്ക് തന്നത് വല്യച്ഛനാ. വല്യച്ഛൻ ഒരിക്കലും വാക്ക് തെറ്റിക്കില്ല. പക്ഷെ അത് പാലിക്കേണ്ട ആള് ദേവനാണല്ലോ. ഇങ്ങനെ വൈദേഹിയെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നടക്കുന്നവൻ ഇപ്പൊ നിശ്ചയത്തിന്ന് വഴുതി പോയതുപോലെ നാളെ കല്യാണത്തിന് മുങ്ങില്ലെന്ന് ആരറിഞ്ഞു? അവൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും. അതുകൊണ്ടാ പറഞ്ഞു, വാക്കിനേക്കാൾ മനസ്സാണ് പ്രധാനം. ദേവന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞാ പിന്നെ അങ്കിളിന്റെ വാക്കുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ലല്ലോ. ഇത്രയും നാളും ദേവൻ വൈദേഹിക്ക് സ്വന്തമായിരുന്നു. പക്ഷേ ഇപ്പോ എന്റെ സ്വന്തം. ദേവന്റെ മനസ്സിലിനി എനിക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാകാവൂ. ഞാൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ച അത് നേടിയെടുക്കാതെ പിന്മാറില്ല ഞാൻ. അങ്ങനെ പറ ആരാധ്യേ, ഈ വാശി ഒരിക്കലും കൈവിടരുത്. ദേവന് സ്വന്തമാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലരെ നമുക്ക് പെട്ടെന്ന് വളയ്ക്കാൻ പറ്റും. മറ്റു ചിലരുടെ പിന്നാലെ കുറച്ചു നാളും നടക്കണം. ചിലരെ വളയ്ക്കണമെങ്കിൽ കുറേയേറെ പാടുപെടണം. പരിശ്രമിച്ച ഇന്നല്ലെങ്കിൽ നാളെ ഈ ദേവനും നിന്റെ കാലടിയിൽ തന്നെ കിടക്കും. അത് നടക്കണം. നടന്നില്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ ബുദ്ധിമുട്ടിയതിനും ചെറുപ്പം മുതൽ ഞാൻ കണ്ട എന്റെ സ്വപ്നങ്ങൾക്കും യാതൊരു അർത്ഥം ഉണ്ടാവില്ല. അതിരിക്കട്ടെ, വൈശാലി പോയല്ലോ അല്ലേ? പിന്നെയും കയറി വരില്ലല്ലോ? ഒരിക്കലും വരില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. എന്താ കാര്യത്തിൽ ഇത്ര ആത്മവിശ്വാസം? വൈശാലി കരഞ്ഞോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് വരുൺ കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. പുറത്തു വാച്ച്മാനോടും പറഞ്ഞിട്ടാ പോയതത്രേ, ഇനി വരില്ലാന്ന്. അതുകൊണ്ട് ഇനി അവൾ ഇങ്ങോട്ടുണ്ടാവില്ല. ആ ശല്യം തീർത്തു ഒഴിവായിരിക്കുന്നു. അവള് പോയതെന്തായാലും നല്ലതിനാ. അവൾ ഇവിടെ തന്നെ നിന്നാ എന്റെ വക്കീൽ ബുദ്ധി അവള് ശരിക്കും അറിഞ്ഞേനെ. ഈ വക്കീലെ കുഞ്ഞ് എല്ലാം ഉറപ്പിച്ച മട്ടാണല്ലോ. ഇനി നമ്മുടെ പണി കഴിഞ്ഞല്ലേ ഓർമ്മളെ? ആ വൈദേഹിക്ക് എന്ത് പറ്റിയെന്ന് നോക്ക്. ഇനി എന്ത് നോക്കാനാ? ചത്ത് മോളെ പോയി കാണും. ആ ശവത്തിനെ ചന്ദ്രികയുടെയും കല്യാണി അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. അതെന്ത് വേണമെങ്കിലും ചെയ്. അവള് ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരരുത്. മരിച്ചെങ്കിൽ ആ കുറ്റം നമ്മുടെ തലയിലാവരുത്. അത് ശ്രദ്ധിച്ചോണം. എല്ലാം നോക്കാൻ ഞാൻ വേണം. പക്ഷെ നിന്നെ ഒന്ന് നോക്കണമെങ്കിൽ ഞാൻ രാജാവായാലേ നടക്കൂ. അതെന്നാണാവോ നടക്കുക? എന്നാണാവോ ഇവളൊന്ന് വിസ്തരിച്ച് കാണുക? മോനെ ദേവാ, നീ എവിടെ പോവാ? അത് ഒന്നുമില്ലമ്മേ, ഞാനൊന്ന് പുറത്തു വരെ പോയിട്ട് വരാം. ഒരു പണി ഉണ്ടായിരുന്നു. കൈ മുറിഞ്ഞിരിക്കല്ലേ, ഇപ്പൊ എന്തിനാ പുറത്തേക്കൊക്കെ? അതൊന്നും സാരമില്ല. എന്തോ മുറിവ് നന്നായിട്ട് കെട്ടിയിരിക്കല്ലേ. എന്നാ നീ അവിടെ നിക്ക് ദേവാ. അവളുടെ നമ്പർ ഇവിടെ ചെലവാവാത്തോണ്ടാ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നിനക്ക് നല്ലതാന്നേ എനിക്ക് പറയാനുള്ളൂ. അത് ശരിയാ മോനെ, അല്ലെങ്കിൽ തന്നെ കഷ്ടകാല. ആപത്ത് ഏത് രൂപത്തിൽ എവിടെ നിന്ന് വരുന്നു എന്ന് പോലും അറിയില്ല. ഏതായാലും ഒന്ന് ശ്രദ്ധിക്കുന്നതാ മോനെ നല്ലത്. വൈശാലി വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ? അവള് കാരണം എനിക്കെന്താ ആപത്തുണ്ടാവാനാ? കാരണം ഞാനെന്ന വ്യക്തി അവളുടെ ജീവനാ. അതെന്താ ദേവ നീ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? ഇപ്പോഴും അവള് വൈദേഹി അല്ല എന്നുള്ളത് അവൾക്ക് വൃത്തിയായിട്ടറിയാം. എന്നിട്ട് ഓരോ പ്രാവശ്യവും ഞാൻ തന്നെയാ വൈദേഹി എന്നും പറഞ്ഞിട്ട് എന്തൊക്കെ നമ്പർ അവള് കളിച്ചേ. അല്ലാന്ന് നമ്മൾ എല്ലാരും പറഞ്ഞിട്ടും നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ നുണകളാ പറഞ്ഞ്. ഒടുവിൽ മരുമോളായിട്ട് ആരാധ്യയെ സ്വീകരിച്ചെന്നറിഞ്ഞപ്പോ, അവൾക്ക് ഈ വീട്ടിലോ നിന്റെ മനസ്സിലോ സ്ഥാനമില്ലെന്നറിഞ്ഞപ്പോ അവൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ആള് പതിയെ മുങ്ങി.
അത് തന്നെയായിരിക്കും ദേവ സംഭവിച്ചത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൾ ഈ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അച്ഛന്റെ വാക്കിന്റെ വില എന്താണെന്ന് അവൾക്ക് ശരിക്കും അറിയാം. അപ്പൊ അവളെ പറഞ്ഞയച്ചവര് ഇനി നിന്നിട്ട് പ്രയോജനമില്ലെന്ന് കരുതി അവളെ തിരിച്ചു വിളിച്ചു കാണും. അത് ശരിയാടാ മോനെ. ആ കല്യാണിയമ്മയുടെ മരുമോളല്ലേ വൈശാലി? കല്യാണിയമ്മയായിരിക്കും ഇങ്ങോട്ട് അയച്ചത്. കോടതിയിൽ രണ്ടുപേരും തമ്മിൽ വഴക്കായെങ്കിലും ഇവരൊന്നിച്ചിട്ട പ്ലാനാടാ ഇത്. ഇത്രയും കാലം ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേട്ട് കേട്ട് ഞാൻ എന്റെ മനസ്സ് പറയുന്നത് കേട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വൈദേഹിയെ തിരിച്ചറിയാനും പറ്റിയില്ല. ശരിയാ ദേവ, വൈശാലി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ശാന്തി വല്ലതും ചോദിക്കുമെന്നുള്ള പേടിയല്ലാണ്ട് അവള് പോയതോടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു മോനെ. ശാന്തി ചെരമയെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല അമ്മേ. കൺമുമ്പിൽ ഉണ്ടെങ്കിലേ വേണോന്ന് തോന്നും, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഓർക്കാൻ പോകുന്നില്ലെന്നേ. ശാന്താന്റിയുടെ അസുഖം മാറാൻ വേണ്ടി വൈദ്യര് മരുന്ന് തന്നിട്ടാണല്ലോ പോയത്. ഇനി അവളുടെ ആവശ്യമില്ല. അവൾ ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. ഈ വീട്ടിലിനി നിൽക്കേണ്ട കാര്യമില്ലെന്ന് ചിലപ്പോ അവക്കും തോന്നിക്കാണും. ഒന്ന് നിർത്തുന്നുണ്ടോ? അനാവശ്യം പറയരുത്. ഈ വീട്ടിൽ ഒരു സ്ഥാനവും കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവൾക്ക് ഇറങ്ങി പോകണമായിരുന്നെങ്കിൽ അത് എന്നേ ആവായിരുന്നു. പക്ഷെ ഇന്ന് അവളെ കാണാതായിരിക്കുന്നതിന്റെ കാരണം ഉറപ്പായും മറ്റെന്തോ ആണ്. ഇടയ്ക്ക് എന്തോ നടന്നിട്ടുണ്ടമ്മേ, അതെനിക്ക് ഉറപ്പാ. മോനെ ദേവ, കണ്ടില്ലേ അമ്മേ ദേവനെ? അത് വൈശാലിയല്ല വൈദേഹിയാണെന്നല്ലേ അവൻ പറയാതെ പറഞ്ഞിട്ട് പോയത്. എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ മുഖം അങ്ങനെ അവന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കല്ലേ. ആരാധ്യയുടെ സ്നേഹത്തിന് മാത്രമേ ഇനി ആ മുഖം മായ്ച്ചു കളയാൻ പറ്റൂ. നീ എന്തു പറയുന്നു ആരാധ്യേ? ഒരിക്കലും അത് ഈ കുടുംബത്തിന്റെ പ്രശ്നമായിരുന്നു. അതിന് പരിഹാരം കാണാനാ ഞാൻ വന്നെ. പക്ഷെ ഇതിപ്പോ ഇന്ന് എന്റെയും കൂടെ പ്രശ്നമായിരിക്കും. ഞാൻ നോക്കിക്കോളാം. നിന്നില്ല മോളെ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. അവനെ മാറ്റാൻ നിനക്ക് മാത്രമേ പറ്റൂ. പഴയതൊക്കെ അവൻ എങ്ങനെയെങ്കിലും മറക്കണം. അവന്റെ ഭാവി നിന്നിലൂടെ പ്രകാശിക്കണം. ഇന്ദു അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ. ഈ വൈദേഹി ഇതെവിടെ പോയിരിക്കുക? എന്തിനാ നീ എന്നെ വിട്ട് ഇങ്ങനെ പോകുന്നേ? ഇത്രയും നാള് സഹിച്ചതല്ലേ, കുറച്ചു നേരം കൂടി ഒന്ന് സഹിച്ചുകൂടായിരുന്നോ? നീ എവിടെയാണെങ്കിലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. നിന്റെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരില്ല. എനിക്ക് എങ്ങനെയെങ്കിലും നിന്നെ കണ്ടുപിടിക്കണം.
ഉയർത്താൻ എവിടെ നീ പെണ്ണേ അകന്നു നീ പോകുകയാണോ ഇതുവഴി നീലേ അതിൽ കാൽപ്പാടുകളിൽ